നെൽ കർഷകർ അനുഭവിക്കുന്ന അവഗണന അത് വാക്കുകൾക്കപ്പുറമാണ്. അതാണ് ഇന്ന് ആയിരക്കണക്കിന് ഏക്കർ നിലത്തിലെ പരിചരണം ഉപേക്ഷിച്ച്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പോലെ കരുതുന്ന ഞങ്ങളുടെ നെൽച്ചെടികൾ ഉപേക്ഷിച്ച് ഈ സെക്രട്ടേറിയറ്റിന്റെ നടയിലേക്ക് ഞങ്ങളെ എത്തിച്ചത്. ആദ്യത്തെ ബഡ്ജറ്റിൽ 9 രൂപ 52 പൈസയാക്കിയ പ്രൊഡക്ഷൻ ഇൻസെന്റീവ് ഈ 4 രൂപ 32 പൈസ കുറച്ചുകൊണ്ട് 5 രൂപ 20 പൈസ എന്ന അധാർമികമായിട്ടുള്ള നിലപാടിലേക്കാണ്, കർഷക വിരുദ്ധമായിട്ടുള്ള നിലപാടിലേക്കാണ് പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കൃഷി വകുപ്പ് മന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രിയും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയും എത്തിയിരിക്കുന്നത്. ഞങ്ങൾക്ക് ന്യായമായി നൽകുന്ന അവകാശങ്ങൾ ഒരു കൂടിയാലോചനയുമില്ലാതെ നിരാകരിക്കുന്ന കർഷക വിരുദ്ധമായിട്ടുള്ള നടപടി. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം IRC കൂടി വളരെ വളരെ കർഷകരെ ബുദ്ധിമുട്ടിക്കുന്ന, സാമ്പത്തികമായി ഞെരുക്കുന്ന ഒരു തീരുമാനം കൂടി എടുത്തു. പ്രിയമുള്ളവരെ, കാർഷിക മേഖലയിൽ നെല്ലാണ് ഉത്പാദിപ്പിക്കുന്നതെങ്കിൽ ആ ഉൽപ്പന്നത്തിന്റെ വില 4 വർഷമായി സ്ഥിരമായിരിക്കെ ഈ അടുത്ത നാളിൽ IRC കൂടി ഏകദേശം 15-നും 20% ഇടയ്ക്ക് കൂലി വർദ്ധിപ്പിക്കുകയുണ്ടായി. കൂലി വർദ്ധിപ്പിക്കുന്നതിന് ഒരു കർഷകനും എതിര് നിൽക്കുന്നില്ല. പക്ഷേ കർഷകന് ലഭിക്കേണ്ട നെല്ലിന്റെ വില 4 വർഷമായി സ്ഥിരമായി നിൽക്കെ അതിന്റെ ഉൽപാദന ചെലവിനെ വളരെ നേരിട്ട് ബാധിക്കുന്ന തൊഴിൽ മേഖലയിലെ കൂലി വർദ്ധിപ്പിക്കുമ്പോൾ കർഷകന്റെ അഭിപ്രായം പോലും ആരായുന്നില്ല. കഴിഞ്ഞ 1.5 വർഷക്കാലമായി സെക്രട്ടേറിയറ്റിലെ 140 MLA-മാരുടെ നിയമസഭയിലെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയങ്കരനായ കുട്ടനാടിന്റെ പുത്രനായ മുൻ പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല അവர்கள் നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഈ നെൽ കർഷകർ അന്നം ഉപേക്ഷിച്ച് ഉപവാസം അനുഷ്ഠിക്കുന്ന ഈ വേളയിൽ ഞങ്ങൾക്ക് ആശ്വാസവാക്കുകൾ നൽകുവാനും നിയമസഭയിൽ ഞങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പരിഹാരം കണ്ടെത്തുവാനും പത്തനംതിട്ട, കോട്ടയം, പാലക്കാട്, തൃശൂർ, വയനാട്, മലപ്പുറം തുടങ്ങിയ ജില്ലകളിൽ നിന്നും കർഷക പ്രതിനിധികളെ ഇവിടെ എത്തിച്ച് ബഹുമാന്യനായ ശ്രീ പിണറായി വിജയൻ അവർക്ക് നന്ദി അറിയിക്കുവാൻ അവസരം ലഭിച്ചത്. എന്തിനാണ് നന്ദി എന്നല്ല നിങ്ങൾ ചിന്തിക്കുന്നത്. തീർച്ചയായും നമ്മളോടുള്ള കേരള സർക്കാരിന്റെ അവഗണനയാണ് നമ്മളെ ഒന്നിപ്പിച്ചത്. അതല്ല എങ്കിൽ ഇന്നും നമ്മൾ ചിതറിക്കിടന്നേനെ. തീർച്ചയായും അതിനുള്ള നന്ദി അർഹിക്കുന്നത് കേരള സർക്കാർ മാത്രമാണ്. നമ്മൾ നമ്മുടെ ന്യായമായ അവകാശങ്ങൾ ഉന്നയിച്ച് 70ഓളം സമരങ്ങൾ നടത്തി. ബഹുമാന്യനായ രമേശ് ചെന്നിത്തല MLA ഇവിടെ ഇരിപ്പുണ്ട്. മുഖ്യമന്ത്രി അടക്കം 140 MLA-മാർക്കും ഞങ്ങൾ നിവേദനം നൽകി. ഞങ്ങൾ സമരം മാത്രം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. ഞങ്ങളുടെ നിലനിൽപ്പിനായി, ഞങ്ങളുടെ വംശം നിലനിൽക്കുവാൻ, ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി മാത്രമുള്ള സമരമാണിത്. ഇന്നിപ്പോൾ ബ്രൂവറി വന്നിരിക്കുന്നത് പാലക്കാട്ടാണ്. അവിടെ വെള്ളം എങ്ങനെ ഒപ്പിക്കുമെന്നാണ് പറയുന്നത്. അതിന് കാരണം പറയുന്നത് അന്യ സംസ്ഥാനത്തു നിന്ന് ഡിസ്റ്റിലറി അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ അവിടുന്ന് കൊണ്ടുവരുന്ന കാരണം ഒരു വലിയ കമ്പനിക്ക് ഇത് വിട്ടുകൊടുത്തിരിക്കുന്നു. എന്നാൽ ഒരു നേരം അരിയാഹാരം കഴിക്കാത്തവര് ഈ മലയാളികളിൽ ആരെങ്കിലും ഉണ്ടോ? മദ്യപിക്കാത്ത എന്തായാലും ഒരു 50% ആൾക്കാരെങ്കിലും കാണും. പോട്ടെ, ഈ 100% അന്നം കൂട്ടുന്ന അല്ലെങ്കിൽ അന്നം കഴിക്കുന്ന ആൾക്കാര് അവരെ സംരക്ഷിക്കാൻ എന്തുകൊണ്ട് അന്യ സംസ്ഥാനത്തു നിന്ന് കൊണ്ടുവരുമെന്ന് പറഞ്ഞ നമ്മുടെ സംസ്ഥാന മന്ത്രിയും ഉൾപ്പെടുന്ന ആൾക്കാരോട് ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞ മദ്യപാനികളോട് കാണിക്കുന്ന ആ സ്നേഹം എന്തുകൊണ്ട് പാവം പിടിച്ച അന്നം കൂട്ടുന്ന കർഷകരോട് നിങ്ങൾ കാണിക്കുന്നില്ല എന്ന് ഈ തലത്തെ ചോദിക്കുകയാണ്. ദയവ് ചെയ്ത് ഞങ്ങളെ സമരം ചെയ്യാൻ അനുവദിക്കരുത്. ഞാൻ ഈ പാൻഡിപ്പോട്ടൊക്കെ ഇട്ട് വന്നേ ഉള്ളൂ. രാവിലെ കൃഷി ചെയ്യാൻ പോകുന്നിടത്ത് പാടത്ത് പോകുന്ന കൈലി കൊടുത്തുകൊണ്ടൊക്കെ തന്നെയാണ്. ആ സമയത്ത് സിനിമാക്കാരനായിട്ടൊന്നും ആരും കാണണ്ട. നിങ്ങൾക്കറിയാം, 1 വർഷം മുമ്പ് കർഷകർക്ക് നെല്ലിന്റെ പൈസ കിട്ടാതെ വന്നപ്പോൾ എന്റെ സഹപ്രവർത്തകനായ ജയസൂര്യ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞപ്പോഴാണ് അത് ജനസമൂഹം അറിയുന്നത്.
അങ്ങനെയാണ് ആ സമയത്ത് നെല്ലിന്റെ വില കിട്ടുന്നത്. ആ സമയത്താണ് പലരും അറിയുന്നത് നെല്ലിന്റെ വില കിട്ടുന്നത് ബാങ്ക് തരുന്നത് ലോണാണ്. പാവം പിടിച്ച എന്താ പറയാ അക്ഷരജ്ഞാനം പോലും ഇല്ലാത്ത കർഷകര് പോലും ആ സമയത്ത് അറിയുന്നു ഇത് എന്താ പറയാ ലോണാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ സിവിൽ സ്കോർ നഷ്ടപ്പെടും. ഇതൊക്കെ അറിഞ്ഞ് എത്ര കർഷകരാണ് ആത്മഹത്യ ചെയ്തത്? പാലക്കാട്ടും തൃശ്ശൂരിലെ കോൾനിലങ്ങളിലും കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലകളിലും ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലാണ് കുത്തി അരിയാക്കി കേരളത്തിലെ ജനങ്ങൾക്ക് ഉപയോഗിക്കാനായി ലഭ്യമാണ്. വാസ്തവത്തിൽ നെൽകൃഷി തന്നെ കർഷകൻ ഉപേക്ഷിക്കുകയാണ്. കാരണം ഒരിക്കലും ലാഭകരമല്ലാത്ത ഒരു കൃഷിയായി നെൽ ഉൽപാദനം മാറിക്കഴിഞ്ഞിരിക്കുന്നു. പാടശേഖരങ്ങളിൽ പോയി പണിയെടുത്ത് ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് എടുക്കാൻ വേണ്ടി പാടുപെടുന്ന കർഷകരെയാണ് ഞങ്ങൾക്കൊക്കെ കാണാൻ കഴിയും. ഞാൻ അപ്പർ കുട്ടനാട് മേഖലയിലെ ഒരു MLA കൂടി. നെല്ല് ഉൽപ്പാദിപ്പിച്ചാൽ നെല്ലെടുക്കണമെങ്കിൽ മില്ലുകാരുടെ പുറകെ നടക്കണം, പാടി ഓഫീസറെ തിരക്കി നടക്കണം. നെല്ല് പാടശേഖരങ്ങളിൽ കൂട്ടിയിട്ടാൽ കിഴിവ് വേണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നു. കിഴിവെന്ന് പറഞ്ഞാൽ ജലാംശമുള്ളത് കൊണ്ട് തൂക്കത്തിന് കിഴിവ് കൊടുക്കണം. ഇതാണ് ഏറ്റവും പ്രയാസകരമായ ഒരു കാര്യം. ആ പാടശേഖരങ്ങളിൽ നിന്ന് നെല്ലെടുക്കാൻ കിഴിവ് കൊടുത്താൽ പോലും സമയത്ത് ഇവരാരും വരാറില്ല. നെല്ലെടുത്തുകൊണ്ട് പോയാലുള്ള സ്ഥിതിയോ അതിന്റെ പണം കിട്ടണമെങ്കിൽ മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വരും. ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് എടുത്തുകൊണ്ട് പോയിട്ട് മാസങ്ങളോളം പണം കിട്ടാതെ വരുന്ന സന്ദർഭത്തിലാണ് കർഷകൻ ഏറ്റവും വലിയ ദുരിതം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ ഗവൺമെന്റ് കൊടുക്കുന്ന വായ്പ ആ പണത്തെ പറ്റി പറഞ്ഞു, കൃഷ്ണപ്രസാദ് ഇവിടെ പറഞ്ഞു. ഇത് PRS വായ്പയാണ്. ഓരോ കർഷകന്റെയും പേരിൽ ലോൺ എടുത്ത് ആ പണം കൊടുക്കുന്നു, ലോൺ ഗവൺമെന്റ് അടയ്ക്കുന്നു. ഇതാണ് PRS വായ്പ. ഈ PRS വായ്പ എടുത്താൽ തന്നെ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? ഇത് ആ PRS വായ്പയുള്ള ഒരു കർഷകനും മറ്റൊരു വായ്പയും എടുക്കാൻ കഴിയില്ല. അങ്ങനെയാണ് അമ്പലപ്പുഴയിൽ ഒരു കർഷകൻ ആത്മഹത്യ ചെയ്തത്. ഞാൻ അവിടെ പോയതാണ്. അതെ, അവർക്ക് വേറൊരു വായ്പയും എടുക്കാൻ കഴിയാതെ വരുന്നു. അപ്പോൾ ഗവൺമെന്റ് ചെയ്യുന്നത് വളരെ ന്യായമാണ്. നിങ്ങളുടെ ആവശ്യം ഗവൺമെന്റ് ചെയ്യുന്നത് ബഡ്ജറ്റിൽ ഇതിനു വേണ്ടിയിട്ടുള്ള റിവോൾവിംഗ് ഫണ്ട് പ്രഖ്യാപിക്കുക. നെല്ലെടുത്താൽ അപ്പോൾ തന്നെ പണം കൊടുക്കുക, അതിനു വേണ്ടി റിവോൾവിംഗ് ഫണ്ട് ഉണ്ടാക്കുക. അല്ലാണ്ട് ബാങ്കിൽ കൊടുത്ത് ബാങ്കിൽ ഓരോ കർഷകന്റെയും പേരിൽ ലോൺ എടുത്ത് കർഷകന് കൊടുക്കുന്ന നടപടി അവസാനിപ്പിക്കുക. മാത്രമല്ല, ഈ ലോണ് സമയബന്ധിതമായി ഗവൺമെന്റ് അടച്ചില്ലെങ്കിൽ ഈ കർഷകന്റെ പേര് റവന്യൂ റിക്കവറി നോട്ടീസ് വരും. എത്രയോ കർഷകരുടെ പേരിൽ കുട്ടനാട്ടിൽ നോട്ടീസ് വന്നു. അപ്പോൾ ഇതിന് ഏക പരിഹാര മാർഗം എന്ന് പറയുന്നത് റിവോൾവിംഗ് ഫണ്ട് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച തുക നീക്കി വെക്കണം. അത് നീക്കിവെക്കാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. സമയത്ത് നമുക്കറിയാം, കുട്ടനാട്ടിൽ വെള്ളം പറ്റിച്ചാണ് കൃഷി ചെയ്യുന്നത്. പമ്പിംഗ് സബ്സിഡി ഇപ്പോഴാണ് കുറച്ച് കൊടുത്തത്, അത് മുഴുവൻ കൊടുത്തിട്ടില്ല. എത്രയോ നാളായി കർഷകൻ അതിന്റെ പിന്നെ പുറകെ നടക്കുകയായിരുന്നു. പമ്പിംഗ് സബ്സിഡി കിട്ടുന്നില്ല. മാത്രമല്ല, നെല്ലിന്റെ വില കേന്ദ്ര സർക്കാർ 4 വർഷമായി വർദ്ധിപ്പിച്ച് നൽകിയ MSPയും സംസ്ഥാന വിഹിതവും അടക്കം 32 രൂപ 52 പൈസയായി വർദ്ധിപ്പിക്കണമെന്നുള്ള നിങ്ങളുടെ ആവശ്യം വളരെ ന്യായമാണ്. ഞാൻ അതിനെ പൂർണ്ണമായി പിന്താങ്ങാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. എല്ലാവർക്കും കൂട്ടിക്കൊടുക്കാം, നെൽകർഷകന് മാത്രം കൂട്ടിക്കൊടുക്കില്ല. എല്ലാവർക്കും ഗവൺമെന്റ് ആനുകൂല്യം കൊടുക്കും, നെൽകർഷകന് ഒരു ആനുകൂല്യവുമില്ല. ഇപ്പൊ സ്ഥിതി എന്താണെന്നറിയാമോ? ഞങ്ങളുടെയൊക്കെ ഭാഗത്തെ നെല്ല് മുഴുവൻ നശിച്ചു. ഉപ്പുള്ള ഇപ്പൊ വേലിയേറ്റം നിത്യസംഭവമാണ്. അറബിക്കടലിൽ ഉണ്ടാകുന്ന വേലിയേറ്റത്തിനനുസരിച്ച് ഉപ്പുവെള്ളം കയറി കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയിലെ
അതോടൊപ്പം നെല്ല് മുഴുവൻ നശിക്കുകയാണ്. സമയബന്ധിതമായി ഇടേണ്ട ബണ്ടുകൾ കിട്ടുന്നില്ല. സമയബന്ധിതമായി ഈ ഉപ്പുവെള്ളം കയറാനുള്ള സാധ്യതയുള്ള മേഖലകളിൽ ബണ്ട് കെട്ടണം, റെഗുലേറ്റർ ബ്രിഡ്ജ് വെക്കണം. ഇതൊന്നും ഗവൺമെന്റ് ചെയ്യാത്തത് മൂലം എന്തുണ്ടാകുന്നു? ഉപ്പുവെള്ളം കയറി ഈ മേഖലകളൊക്കെ നശിക്കുകയാണ്, കൃഷി മുഴുവൻ നശിക്കുകയാണ്. ഇത്തവണയാണ് ഏറ്റവും വലിയ വേലിയേറ്റം ഉണ്ടായത്. ഞങ്ങളുടെയൊക്കെ മേഖലയിൽ നേരത്തെ തന്നെ ചെറിയ ബണ്ടുകളിടുമായിരുന്നു. ഇത്തവണ ബണ്ട് നിർമ്മിക്കാൻ ഇറിഗേഷൻ വകുപ്പ് കാലതാമസമുണ്ടാക്കി. അതിന്റെ ഫലമായി ഉപ്പുവെള്ളം കയറി മുഴുവൻ കൃഷിയും നശിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇനി എങ്ങനെ കർഷകർ മുന്നോട്ട് പോകും? കാലാവസ്ഥയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ഇവിടുത്തെ നെൽകർഷകർ. അവരെ രക്ഷിക്കാനുള്ള ഒരു നടപടിയും ഗവൺമെന്റ് കൈക്കൊള്ളുന്നില്ല. ഹാൻഡ്ലിംഗ് ചാർജ് പരിപൂർണമായും സർക്കാർ നൽകേണ്ടതാണ്. കേന്ദ്ര ഗവൺമെന്റ് നൽകുന്നില്ലേ? 12 രൂപയാണ് ഇപ്പോൾ ഉള്ളത്. അത് കേന്ദ്ര ഗവൺമെന്റ് നൽകുന്നതാണ്. 20 വർഷം ഇതിനു മുമ്പ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആണ് 12 രൂപ ഹാൻഡ്ലിംഗ് ചാർജ് അന്ന് ഏർപ്പെടുത്തിയത്. 12 വർഷമായിട്ടും ഹാൻഡ്ലിംഗ് ചാർജ് വർദ്ധിപ്പിക്കുന്നില്ല. 20 വർഷം വർദ്ധിപ്പിക്കുന്നില്ല. അപ്പോൾ ഇതിനുണ്ടാകുന്ന ഭീമമായ ചെലവ് ആര് വഹിക്കും? അപ്പൊ ഈ നിലയിൽ നെൽകർഷകർ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ദുരിതങ്ങളും കാണാൻ ഇവിടെ സർക്കാരിനെ കണ്ടില്ല എന്നുള്ളതാണ് വസ്തുത. നിരവധിയായ അവസരത്തിൽ ഞാൻ നിയമസഭയിൽ ഉന്നയിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പ്രത്യേക ആവശ്യം കണക്കിലെടുത്തുകൊണ്ട് ഈ നിയമസഭാ സമ്മേളനത്തിൽ ഞാനിത് ഉന്നയിക്കും എന്ന് അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ പ്രശ്നങ്ങൾ അവതരിപ്പിക്കും. എനിക്കറിയില്ല ബഡ്ജറ്റിൽ നാളെ റിവോൾവിംഗ് ഫണ്ട് പ്രഖ്യാപിക്കുമെന്ന് അറിയില്ല. കാശില്ലാത്ത ഈ സർക്കാർ എന്നാ പ്രഖ്യാപിക്കാൻ? 5 പൈസ ഗവൺമെന്റിന്റെ ഇല്ല. ജനങ്ങളുടെ തലയിൽ തോൾ അടിച്ചേൽപ്പിക്കാൻ നോക്കുകയാണ്. തോൾ അടിച്ചേൽപ്പിച്ചാൽ ആ തോള് ഞങ്ങൾ ജനങ്ങൾ പൊളിച്ചു കളയുമെന്ന് കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുക. 5 പൈസ കയ്യിലില്ലാതെ ആളുകളെ കബളിപ്പിക്കുകയാണ് ഈ ഗവൺമെന്റ്. അപ്പൊ പറയാ തോള് എടുത്തു കളഞ്ഞ് പ്രകടനപത്രികയിൽ തോൾ എടുത്തു കളഞ്ഞുവെന്ന് പറഞ്ഞിട്ട് വലിയ പ്രഖ്യാപനം നടത്തിയ ആളുകളാണ്. ഇപ്പൊ എല്ലാ റോഡിലും തോട് വെക്കാൻ പോകുന്നു. അങ്ങനെയും ജനങ്ങളുടെ പോക്കറ്റ് അടിക്കാനാണ് ഈ ഗവൺമെന്റ് ശ്രമിക്കുന്നത്. അതൊന്നും കേരളത്തിൽ നടക്കില്ല എന്ന് ഈ ഗവൺമെന്റ് ബോധ്യപ്പെടും. കേരളയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചല്ലോ, കൊണ്ടുവന്നോ? മയിൽക്കുട്ടികൾ ഞങ്ങൾ പിഴുതറിയുമെന്ന് പറഞ്ഞു. മഞ്ഞക്കുട്ടികൾ ഇല്ലേ ലാലി? മഞ്ഞക്കുട്ടികൾ ഞങ്ങൾ പിഴുതറിയുമെന്ന് പറഞ്ഞു. കേരളയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞോ? അതുകൊണ്ട് ഒരൊറ്റ കുട്ടി ഇത് കാണാനില്ല. ജനങ്ങൾ തന്നെ പിഴുതെറിയും. അതുപോലെ ടോൾ പിരിക്കാൻ വന്നാൽ ടോൾ ഗേറ്റുകൾ പൊളിച്ചു കളയാൻ കേരളത്തിലെ ജനങ്ങൾ മുന്നോട്ട് വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആളുകളെ അങ്ങനെ കബളിപ്പിക്കാൻ നിങ്ങൾ കരുതണ്ട. അധികാരം കയ്യിൽ കിട്ടിയതുകൊണ്ട് എന്തുമാകാം എന്നുള്ള ചിന്താഗതി വേണ്ട. ഈ കേരളത്തിലെ ഈ കോൺനിലങ്ങളിലെയും പാലക്കാട്ടെയും കർഷകരെ അനുഭവിക്കുന്ന ഇവിടെ റജീന അതോടൊപ്പം സോണിച്ചനും പറഞ്ഞ എത്ര ശരിയാണ്. ഇവിടെ നമ്മുടെ കൃഷ്ണപ്രസാദ് പറഞ്ഞ എത്ര ശരിയാണ്. പാവപ്പെട്ട കർഷകരെ കൃഷി ചെയ്യാൻ വെള്ളമില്ല. 2 കൃഷി ചെയ്തിരുന്ന എലപ്പുള്ളി പഞ്ചായത്തിൽ ഒരു കൃഷിയുണ്ട്. 100 മീറ്റർ ഭൂഗർഭ ജലം കിട്ടുന്നിടത്ത് 400 മീറ്റർ കുടിക്കണം. അവിടെയാണ് ബ്രൂവറി അനുവദിക്കാൻ പോകുന്നത്. കുടിവെള്ളത്തിന് പകരം മദ്യം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ നടപടികൾക്കെതിരായിട്ടുള്ള പോരാട്ടമാണിത്. നെൽകർഷകൻ, ഞാനൊരു നെൽകർഷകനാണ്. എന്റെ പിതാവ് നെൽകർഷകനായി. പക്ഷെ കാലാന്തരത്തിൽ നോക്കാനും കാണാനും ആളില്ലാത്തതുകൊണ്ട് ഇത് വിറ്റു. ഞങ്ങൾ നെൽപ്പാടങ്ങൾ മുഴുവൻ വിറ്റിരിക്കുക. ഞങ്ങളുടെ മാർഗമല്ലേ, നോക്കാൻ ആളില്ല. ഒന്നാമത് ജോലി ചെയ്യാൻ ആളില്ല. അതുപോലെ അതിന് വരുമാനം കിട്ടുന്നില്ല. ഈ നിലയിലാണ് ഞങ്ങളൊക്കെ പുഞ്ചപ്പാടങ്ങൾ വിറ്റ ആളുകളാണ്. അതുകൊണ്ട് തന്നെ പുഞ്ചപ്പാടം കൃഷി ചെയ്യുന്ന കർഷകന്റെ വേദന പ്രയാസം അറിയുന്ന ഒരാളാണ്. സമ്പൂർണമായ പിന്തുണ നിങ്ങളുടെ സമരത്തിന് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. അസംബ്ലിയിൽ ഈ കാര്യം ഉന്നയിക്കുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ കൃഷ്ണപ്രസാദ് പറഞ്ഞതുപോലെ ഈ സമരം നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഏറ്റെടുക്കണം. ഈ നാട്ടിലെ പാവപ്പെട്ട കർഷകന്റെ ശബ്ദം നിയമസഭയിലും പുറത്തും ജനങ്ങളുടെ ഹൃദയങ്ങളിൽ എത്തിക്കാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന
പോരാട്ടത്തിന് നെൽ കർഷക സംരക്ഷണ സമിതിക്ക് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരം ഏകദിന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. കുടിക്കാൻ വെള്ളമില്ലാതെ, കൃഷി ചെയ്യാൻ വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്ന ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് മദ്യ നിർമ്മാണ കമ്പനികൾ ആരംഭിക്കുമെന്നുള്ള ഗവൺമെന്റിന്റെയും ഒയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെയും നീക്കങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കുന്നതല്ല. അതിനെതിരായ ശക്തമായ പോരാട്ടമായി തന്നെ ഞങ്ങൾ ഇപ്പോൾ തന്നെ എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട് ഈ കമ്പനിയെ ഗവൺമെന്റ് ക്ഷണിച്ചുകൊണ്ട് വന്നതാണ്. മന്ത്രി പറയുന്നത് ക്ഷണിച്ചാൽ എന്താണ് കുഴപ്പമെന്നാണ്. അപ്പോൾ ഈ കമ്പനിയെ വെള്ളമില്ലാത്ത മഴനിഴൽ പ്രദേശത്ത് വിളിച്ചുകൊണ്ടുവന്ന് കമ്പനി മദ്യനിർമ്മാണം തുടങ്ങാനുള്ള നടപടി സ്വീകരിച്ച ഗവൺമെന്റ് ജനങ്ങളോട് മാപ്പ് പറയുന്നു. ഗവൺമെന്റ് ഇതിൽ നിന്ന് പിന്തിരിയാണ് വേണ്ടത്. ഘടകകക്ഷികളെ പോലും വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ഘടകകക്ഷികളും ഇപ്പോൾ എതിരായ നിലപാട് സ്വീകരിക്കുകയാണ്. ഘടകകക്ഷികളെ പോലും ബോധ്യപ്പെടുത്താൻ കഴിയാത്ത ഗവൺമെന്റ് എങ്ങനെ ഇതുമായി മുന്നോട്ട് പോകുമെന്നാണ്. അതുപോലെ തന്നെ വിദേശ സർവകലാശാലകൾ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് ഞങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിച്ചതാണ് വിദേശ സർവകലാശാല. കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ വിദേശത്ത് പോയി പഠിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ ചെറുതല്ല. അപ്പോൾ ഈ വിദേശ സർവകലാശാലകൾ ഇവിടെ വന്നാൽ നമ്മുടെ കുട്ടികൾക്ക് സൗകര്യമാകും. അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആ നടപടി സ്വീകരിച്ചത്. അന്ന് ടി പി ശ്രീനിവാസനെ മർദ്ദിച്ച ആളുകളാണ് ഇവർ. വാസ്തവത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ടി പി ശ്രീനിവാസനോട് മാപ്പ് ചോദിച്ചുകൊണ്ട് വേണം ഈ വിദേശ സർവകലാശാലകൾ ആരംഭിക്കാൻ. ഞങ്ങളതിനെതിരല്ല, UDF അതിനെതിരല്ല. കാരണം ഞങ്ങൾ നേരത്തെ കൊണ്ടുവന്ന കാര്യമാണ്. ഇത്രയും വർഷത്തിന് ശേഷം 89 വർഷത്തിന് ശേഷം അതുകൊണ്ട് ഞങ്ങളതിനെതിരല്ല. ഈ പദ്ധതി നടപ്പാക്കുന്നതിനോട് ഞങ്ങൾ ഞാൻ ആ യോഗത്തിലെ ഒരു നിലവാരം നമ്മളായില്ല. അത് വേറൊരു യോഗമായി. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു അഭിപ്രായത്തിൽ ആ വേദി അതിന് മറുപടി പറയാൻ ഞാൻ അത് ആ യോഗത്തിന്റെ ഞങ്ങളുടെ പാർട്ടിയിൽ സംബന്ധിച്ചൊരു അഭിപ്രായം ഞങ്ങൾ ഒറ്റക്കെട്ടായി ജനവിരുദ്ധ നയങ്ങളുമായി ഞങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും പഞ്ചായത്ത് അതിനുവേണ്ടി ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു ഞങ്ങളുടെ പാർട്ടിയിൽ യഥാർത്ഥത്തിൽ CPM-ലാണ്. അത് പൊട്ടാതിരിക്കാൻ